എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് 9ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററി ഭാഗത്ത് 9ാമത്തെ ചാപ്റ്ററിന്റെ പേര് നല്ല നാളേക്കായി. ഇതിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ്. ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നോക്കി തുടങ്ങാം. 1993 മാർച്ച് 26 ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആഫ്രിക്കൻ രാജ്യമായ സുഡാന്റെ തെക്കൻ പ്രദേശത്ത് പട്ടിണി മൂലം വിശന്നു വീണ കുട്ടിയും കുട്ടിയെ ഭക്ഷണമാക്കാൻ കാത്തുനിൽക്കുന്ന കഴുകന്റെയും ചിത്രം പകർത്തിയ വിഖ്യാത ഫോട്ടോഗ്രാഫർ ആര്? കെവിൻ കാർട്ടറാണ്. 1993 മാർച്ച് 26 ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച ആഫ്രിക്കൻ രാജ്യമായ സുഡാന്റെ തെക്കൻ പ്രദേശത്ത് പട്ടിണി മൂലം വിശന്നു വീണ ഒരു കുട്ടിയും കുട്ടിയെ ഭക്ഷണമാക്കാൻ കാത്തുനിൽക്കുന്ന കഴുകന്റെയും ചിത്രം പകർത്തിയ വിഖ്യാത ഫോട്ടോഗ്രാഫറാണ് കെവിൻ കാർട്ടർ എന്നുള്ളത് അവിടെ ആലോചിച്ച് വെക്കുക. രണ്ടാമത്തെ ചോദ്യം, സാമൂഹിക ക്രമത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതെന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെടുന്ന പെരുമാറ്റ രീതികളുടെയും സാമൂഹിക നിയമങ്ങളുടെയും ലംഘനമാണ് സാമൂഹിക പ്രശ്നം എന്നഭിപ്രായപ്പെട്ട സാമൂഹിക ശാസ്ത്രജ്ഞനാണ് റോബർട്ട് മെർട്ടർ, റോബർട്ട് നിസ്ബറ്റ് എന്നിവർ. സാമൂഹിക ക്രമത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതെന്ന് പൊതുവിൽ അംഗീകരിക്കപ്പെടുന്ന പെരുമാറ്റ രീതികളുടെയും സാമൂഹിക നിയമങ്ങളുടെയും ലംഘനമാണ് സാമൂഹിക പ്രശ്നം എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക ശാസ്ത്രജ്ഞനാണ് റോബർട്ട് മെർട്ടൺ, റോബർട്ട് നിസ്ബറ്റ് എന്നിവർ എന്നുള്ളത് ഓർത്തിരിക്കുക. സമൂഹത്തിന്റെ സഹിഷ്ണുതാപരമായ നിലനിൽപ്പ് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വ്യക്തികളുടെ സ്വഭാവ വ്യതിചലനത്തെയാണ് സാമൂഹിക പ്രശ്നമായി കണക്കാക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക ശാസ്ത്രജ്ഞനാണ് ലെൻബെർഗ് എന്നുള്ളത് ഓർത്തിരിക്കുക. സമൂഹത്തിന്റെ സഹിഷ്ണുതാപരമായിട്ടുള്ള നിലനിൽപ്പില്ലാതാക്കുന്ന തരത്തിലുള്ള വ്യക്തികളുടെ സ്വഭാവ വ്യതിചലനത്തെയാണ് സാമൂഹിക പ്രശ്നമായി കണക്കാക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക ശാസ്ത്രജ്ഞനാണ് ലെൻബെർഗ് എന്നുള്ളത് ഓർത്തിരിക്കുക. സാമൂഹിക പ്രശ്നവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ രണ്ടെണ്ണം നോക്കാം. സമൂഹത്തിലെ എല്ലാവരെയും നേരിട്ടോ അല്ലാതെയോ ബാധിക്കുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ സാമൂഹിക പ്രശ്നമായിട്ട് കണക്കാക്കുക. വ്യക്തികളുടെ പ്രശ്നമോ പൊതുവായിട്ടുള്ള പ്രശ്നമോ സമൂഹത്തെ ബാധിക്കുകയും ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യുമ്പോൾ അത് സാമൂഹിക പ്രശ്നമായിട്ട് മാറുകയാണ് ചെയ്യുക. ഇന്നത്തെ സമൂഹം നേരിടുന്ന പ്രധാന സാമൂഹിക പ്രശ്നങ്ങളാണ് ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, വൃദ്ധജനങ്ങളുടെ അനാഥത്വം, കൗമാര കുറ്റകൃത്യങ്ങൾ, സൈബർ കുറ്റകൃത്യങ്ങൾ, ലഹരി പദാർത്ഥങ്ങൾ എന്നിവയുടെ ഉപയോഗം, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ, പാർപ്പിട പ്രശ്നം തുടങ്ങിയവ. ജീവിതം, ആരോഗ്യം, കാര്യക്ഷമത എന്നിവയ്ക്ക് വേണ്ട ഏറ്റവും കുറഞ്ഞ ഉപഭോഗ വസ്തുക്കൾ നേടുന്നതിനുള്ള കഴിവില്ലായ്മ അറിയപ്പെടുന്നത് ദാരിദ്ര്യം എന്നാണ്. ജീവിതം, ആരോഗ്യം, കാര്യക്ഷമത എന്നിവയ്ക്ക് വേണ്ട ഏറ്റവും കുറഞ്ഞ ഉപഭോഗ വസ്തുക്കൾ നേടുന്നതിനുള്ള കഴിവില്ലായ്മ അറിയപ്പെടുന്നത് ദാരിദ്ര്യം എന്നാണ്. ലോക ബാങ്കിന്റെ 2015 കണക്കുകൾ പ്രകാരം ലോകത്ത് എത്ര ദശലക്ഷം മനുഷ്യർ ദരിദ്രരാണ്? 702 ദശലക്ഷം മനുഷ്യർ ദരിദ്രരാണ്. ലോക ബാങ്കിന്റെ 2015 കണക്കുകൾ പ്രകാരം ലോകത്ത് എത്ര ദശലക്ഷം മനുഷ്യർ ദരിദ്രരാണ്? 702 ദശലക്ഷം അഥവാ 70.2 കോടി പേര് ദരിദ്രരാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. UN-ന്റെ കണക്കനുസരിച്ച് 5-ൽ-1 ജീവിക്കുന്നത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ എന്നത് ഏത് രാജ്യങ്ങളിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വികസ്വര രാജ്യങ്ങളിലാണ്. UN-ന്റെ കണക്കനുസരിച്ച് 5-ൽ-1 ജീവിക്കുന്നത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ എന്നത് ഏത് രാജ്യങ്ങളിലാണെന്ന് ചോദിച്ചാൽ വികസ്വര രാജ്യങ്ങളിലാണ്. ആസൂത്രണ കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യത്തിന്റെ കഷ്ടതകൾ അനുഭവിക്കുന്ന ജനങ്ങൾ 22%. ആസൂത്രണ കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യത്തിന്റെ കഷ്ടതകൾ അനുഭവിക്കുന്ന ജനങ്ങൾ 22%.
പണിയെടുക്കാനുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള കഴിവും അതിനുള്ള പ്രായവും സമ്മതവും ഉണ്ടായിട്ടും ജോലി ലഭിക്കാത്ത അവസ്ഥയെ നമ്മൾ തൊഴിലില്ലായ്മ എന്നാണ് പറയാ. പണിയെടുക്കാനുള്ള ശാരീരികവും മാനസികവുമായ കഴിവും അതിനുള്ള പ്രായവും സമ്മതവും ഉണ്ടായിട്ടും ജോലി ലഭിക്കാത്ത അവസ്ഥയാണ് തൊഴിലില്ലായ്മ എന്ന് പറയാം. സുരക്ഷിതത്വവും അനുയോജ്യമായ വാസസ്ഥലവും കരസ്ഥമാക്കാനോ നിലനിർത്താനോ കഴിയാത്ത അവസ്ഥയാണ് പാർപ്പിടമില്ലായ്മ. സുരക്ഷിതത്വവും അനുയോജ്യമായ വാസസ്ഥലവും കരസ്ഥമാക്കാനോ നിലനിർത്താനോ കഴിയാത്ത അവസ്ഥയാണ് പാർപ്പിടമില്ലായ്മ എന്ന് പറയുന്നത്. ലോക വൃദ്ധദിനം ഒക്ടോബർ 1. ലോക വൃദ്ധദിനം ഒക്ടോബർ 1. സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കൽ, ഒരേ ജോലിക്ക് വ്യത്യസ്ത കൂലി, പൊതുരംഗത്ത് നിന്ന് മാറ്റി നിർത്തൽ തുടങ്ങിയവയൊക്കെയാണ്. എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെയാണ് കൗമാര കുറ്റകൃത്യങ്ങളായി കണക്കാക്കുന്നത്? 18. എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെയാണ് കൗമാര കുറ്റകൃത്യങ്ങൾ എന്ന് കണക്കാക്കുന്നത്? 18. കൗമാര കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ അറിയപ്പെടുന്നത് കൗമാര കുറ്റാരോപിതർ എന്നാണ്. കൗമാര കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ അറിയപ്പെടുന്നത് കൗമാര കുറ്റാരോപിതർ എന്നാണ്. ചെറുപ്രായത്തിൽ തന്നെ കുറ്റവാളികളായി തീരാനുള്ള കാരണങ്ങൾ കുടുംബ ബന്ധങ്ങളിലെ ശിഥിലീകരണം, ലഹരിയുടെ ഉപയോഗം, ദൃശ്യമാധ്യമങ്ങളുടെ ദുരുപയോഗം, സാമൂഹിക മൂല്യങ്ങളുടെ തകർച്ച തുടങ്ങിയവയാണ്. കൗമാര കുറ്റകൃത്യങ്ങൾ തടയാനുള്ള സംവിധാനങ്ങളാണ് കൗൺസിലിംഗ് സെന്റർ, ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക് എന്നിവ. കുട്ടികളുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും കുട്ടികളുടെ ആവശ്യങ്ങൾ തിരിച്ചറിയാനും അവരെ മനസ്സിലാക്കാനും കുടുംബത്തെ സഹായിക്കാൻ കഴിയുന്ന സംവിധാനമാണ് നമ്മുടെ കൗൺസിലിംഗ് സെന്റർ. കുട്ടികളിലെ പ്രശ്നങ്ങൾ കണ്ടെത്താനും വിശകലനം ചെയ്യാനുമുള്ള സംവിധാനമാണ് ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക് എന്നറിയപ്പെടുന്നത്. കൗമാരക്കാരുടെ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്ഥാപിക്കപ്പെട്ട സംവിധാനം അറിയപ്പെടുന്നത് ജുവനൈൽ കോടതി എന്നാണ്. കൗമാരക്കാരുടെ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്ഥാപിക്കപ്പെട്ട സംവിധാനം അറിയപ്പെടുന്നത് ജുവനൈൽ കോടതി എന്നാണ്. കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും കണ്ടെത്തി അവരെ സഹായിക്കാനും സംരക്ഷിക്കാനുമായി ഇന്ത്യ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് നമ്മുടെ ചൈൽഡ് ലൈൻ. കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും കണ്ടെത്തി അവരെ സഹായിക്കാനും സംരക്ഷിക്കാനുമായിട്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് ചൈൽഡ് ലൈൻ എന്ന് നമ്മൾ പറയുന്ന ഏജൻസി. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ പ്രൊഫസറായ ഏത് വ്യക്തിയാണ് ചൈൽഡ് ലൈൻ സ്ഥാപിച്ചത്? ജീറോ ബില്ലിമോറിയാണ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ പ്രൊഫസറായിട്ടുള്ള ഏത് വ്യക്തിയാണ് ചൈൽഡ് ലൈൻ സ്ഥാപിച്ചത്? ജീറോ ബില്ലിമോറി. ചൈൽഡ് ലൈൻ സ്ഥാപിക്കപ്പെട്ട വർഷം 1996 ആണ്. ചൈൽഡ് ലൈൻ സ്ഥാപിക്കപ്പെട്ട വർഷം 1996. ചൈൽഡ് ലൈൻ സ്ഥാപിക്കപ്പെട്ട സ്ഥലം ബോംബെ. ചൈൽഡ് ലൈൻ സ്ഥാപിക്കപ്പെട്ട സ്ഥലം ബോംബെ. ചൈൽഡ് ലൈൻ പ്രവർത്തനം ഇന്ത്യ ഗവൺമെന്റ് രാജ്യവ്യാപകമാക്കിയ വർഷം 1998-99 ആണ്. ചൈൽഡ് ലൈൻ പ്രവർത്തനം ഇന്ത്യ ഗവൺമെന്റ് രാജ്യവ്യാപകമാക്കിയ വർഷം 1998-1999. ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ 1998. ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ 1098 അല്ലെങ്കിൽ 1098. ലഹരി ഉപയോഗം കൊണ്ടുള്ള പ്രശ്നങ്ങൾ, ശാരീരികവും മാനസികവുമായ പ്രശ്നമുണ്ടാവും. കുടുംബ പ്രശ്നം, സാമ്പത്തിക പ്രതിസന്ധി എന്നിവയ്ക്ക് കാരണമാകും. ആത്മഹത്യ, അപകടമരണം എന്നിവയ്ക്കൊക്കെ ലഹരി ഉപയോഗം കാരണമാവും.
വിവര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അറിയപ്പെടുന്നത് സൈബർ കുറ്റകൃത്യങ്ങൾ എന്നാണ്. വിവര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അറിയപ്പെടുന്നത് സൈബർ കുറ്റകൃത്യങ്ങൾ എന്നാണ്. സൈബർ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക സംവിധാനമാണ് സൈബർ സെൽ. സൈബർ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക സംവിധാനമാണ് സൈബർ സെൽ എന്നുള്ളത്. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും PSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഓരോ ചോദ്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായിട്ട് പഠിക്കുക. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ അത് വീഡിയോ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.